ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും റോമാ നഗരത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഈ കടന്ന് കറങ്ങുന്ന ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ സ്വന്തം ഡാവിജി. അങ്ങനെ ഡാവിജിൻ്റെ കറക്കമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഫോർ റുമാനിയോ കാണാൻ വേണ്ടിയാണ്. ഇത് പുരാതന റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു കേട്ടോ. ഇത് റോമാ നഗരത്തിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥകളെല്ലാം നടക്കുന്നത് ഈ ഒരു ഫോർ റുമാനിയോ വെച്ചിട്ടായിരുന്നു. ഇപ്പം നമുക്ക് അവിടുത്തെ ചരിത്രപരമായ കുറേ സ്മാരകങ്ങൾ മാത്രം കേട്ടോ കാണാൻ സാധിക്കുള്ളൂ. ഇനി നമ്മൾ നേരെ പോകുന്നത് വെന്നീസ് സ്ക്വയർ കാണാൻ വേണ്ടി കേട്ടോ. ഈ വെന്നീസ് സ്ക്വയറിന് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത് പിയാസ് വെന്നീസ് എന്നാണ്. ഇത് തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 5 തെരുവുകൾ കൂടിച്ചേരുന്ന ക്യാപ്റ്റിക്ലോ കുന്നിൻ്റെ ചുവട്ടിലാട്ടോ ഈ പിയാസ് വെനീസ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് റോമാ നഗരത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ചുമരുകളിലൊക്കെ നോക്കിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ ഈ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയിട്ടോ. നമ്മൾ കയറിയ വഴി കൂടിയല്ല കേട്ടോ ഇറങ്ങുന്നത്, കുറച്ചും കൂടെ വളഞ്ഞു ചുറ്റിയൊക്കെ വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇനി നമ്മൾക്ക് നേരെ പോകേണ്ടത് കൊളോസിയം കാണാൻ വേണ്ടിയാണ്. കാരണം അന്ന് നമ്മൾ കൊളോസിയത്തിൻ്റെ രാത്രിയിലെ വ്യൂ മാത്രമല്ലേ കണ്ടത്. അപ്പം പകൽ എങ്ങനെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കൊളോസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എല്ലാവർക്കും നന്നായി വിശന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇറ്റാലിയൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ കാണാം.